തോമസ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് LDFിലേക്ക് തങ്ങളെ ക്ഷണിക്കേണ്ട കാര്യമില്ല. ആര് പറഞ്ഞു? നമ്മളെ ഇവിടെ ഈ പ്രാദേശികമായി LDFന്റെ വല്ല കാര്യമുണ്ടോ ചോദിക്കും. നിങ്ങൾ കേരള കോൺഗ്രസിന് ഇത്രയും വലുതാക്കുന്നത് എന്തിനാ? എനിക്കറിയാം. അങ്ങനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസ് തറവാട് എന്ന് പറയുന്നത് KM മാണിയാണ് എന്നുള്ളത്. തോമസ് പറയുന്നത് PJ ജോസഫാണ്, അത് പ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാം എന്നുള്ള രീതിയിലാണ്. ഒരു വെല്ലുവിളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതൊരു പ്രവേശനം നിഷേധിക്കുന്നതിനപ്പുറം അങ്ങനെ തങ്ങളെ ആരും പഠിപ്പിക്കേണ്ട എന്നുള്ള നിലപാടിലേക്കാണ് പോകുന്നത്. ഞാനാരും പഠിപ്പിക്കാൻ പോയില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് തറവാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെ ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെന്ന്, അതാണ് തറവാടെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ പെറ്റീഷൻ വന്നപ്പോൾ എന്തിനാ അവരെ മത്സരിക്കാൻ അവിടെ വന്ന് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വന്നത്? ഇത് തന്നെ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ ഇതാണ് തറവാട്. അത് കിട്ടാതെ വന്നപ്പോഴല്ലേ പോയി വേറെ ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നത്. അതിവിടെ എവിടെയോ ഉണ്ടായിരുന്നു, ആ സാധനങ്ങൾ മേടിച്ചു. കടവന്തറയിൽ കുമാരനാശാ നഗറിലുള്ള ഒരാളുടെ അടുത്തുണ്ടായിരുന്നു, അത് മേടിച്ചു. അതാ ഞാൻ ചോദിച്ചത്, ഇത് തറവാടല്ലായിരുന്നെങ്കിൽ ഈ തർക്കം വന്നപ്പോൾ എന്തിന് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വന്നു? അതിനു വേണ്ടി അവിടെ ഈ അഭിഭാഷകരെ വെച്ചിട്ട് ഇത്രമാത്രം ആർഗ്യുമെന്റ് നടത്തി ലക്ഷങ്ങൾ മുടക്കി എന്തിനു വന്നു? ആഗ്രഹം ഉണ്ടായിട്ടല്ലേ? രണ്ടില വേണം. കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് ഉള്ളതാന്ന് അന്നേരെ അവർക്ക് മനസ്സിലായായിരുന്നല്ലോ എമ്മാന്ന്. എന്തിനാ അത് വിട്ടത്?